പാലക്കാട്ടേക്കാണ് പോകുന്നത്. കാരണം നമുക്കറിയാം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത്. കാരണം നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലക്കാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അവിടെയും മോക്ക് പോളിംഗ് പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? നിഖിൽ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരസഭയിലെ അയ്യപുരം എന്ന വാർഡിലാണ്. ആ അയ്യപുരം വാർഡിൽ ഇപ്പോൾ GLP സ്കൂളിൽ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ കൃത്യം രാവിലെ ഒരു 6 മണിയോടുകൂടെ തന്നെ മോക്ക് പോളിംഗ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ 6724 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3054 പോളിംഗ് ബൂത്തുകളുണ്ട്. ഏതായാലും രാവിലെ 7 മുതൽ തന്നെ ഈ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 വരെ പോളിംഗ് തുടരും എന്നുള്ളതാണ്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലായിട്ടാണ് ഈ 6724 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് ഉള്ളത്. പാലക്കാട് ജില്ലയിലാണെങ്കിൽ 24,33,390 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,81,805 സ്ത്രീകളും 11,51,562 പുരുഷന്മാരും 23 ട്രാൻസ്ജെൻഡേഴ്സും 87 പ്രവാസികളും ഉൾപ്പെടെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഒപ്പം 3054 പോളിംഗ് ബൂത്തുകൾ ഉണ്ട്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് വലിയ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമുക്കറിയാം പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായ മിനി കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടെയായിരുന്നു നേരത്തെയുള്ള ഭരണസമിതിയിൽ. അവരുൾപ്പെടെ ഇപ്പോൾ ഈ മോക്ക് പോളിംഗ് നടപടികളും മറ്റുമൊക്കെ വീക്ഷിക്കുന്നതിനായി ബൂത്തിലേക്ക് എത്തിയതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിലെത്തിയ നഗരസഭയാണ്. 2015 പാലക്കാട് നഗരസഭയിൽ BJP ആദ്യമായിട്ട് അധികാരത്തിൽ എത്തുന്നത്. അന്ന് 22 സീറ്റുകൾ, അതായത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, 22 സീറ്റുകൾ നേടിയായിരുന്നു അധികാരത്തിൽ എത്തിയത്. ഈ 22 സീറ്റുകൾ വെച്ച് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് 5 വർഷം നല്ല നിലയിൽ ഭരിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പാലക്കാട് നഗരസഭ. തുടർന്ന് ജനങ്ങൾ വീണ്ടും 2020 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൂടുതൽ പിന്തുണ BJPക്ക് നൽകുന്ന കാഴ്ചയായിരുന്നു നമുക്ക് പാലക്കാട് നഗരസഭയിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ 28 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെയുള്ള പിന്തുണ പാലക്കാട്ടെ ജനങ്ങൾ BJPക്ക് വീണ്ടും നൽകുകയുണ്ടായി. അങ്ങനെ ആ 2ാം ടേമുള്ള ഭരണവും 5 വർഷം നല്ല നിലയിൽ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ 3ാമതും ഒരു മത്സരത്തിന് പാലക്കാട് നഗരസഭ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് പാലക്കാടുള്ളത്. പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടത്തിയ വികസനം അത് വോട്ടായി മാറും, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് BJP. കാരണം നഗരത്തിൽ ഏറെക്കുറെ 400 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളാണ് BJP നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും അമൃത് പദ്ധതിയിലാണെങ്കിലും അതല്ലെങ്കിൽ നഗരത്തിൽ എസ്കലേറ്റർ സ്ഥാപിച്ചതും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സാനിറ്ററി നാപ്കിൻ സംസ്കരണ കേന്ദ്രം, അതുപോലെ തന്നെ ശുചിമുറി മാലിന്യ സംസ്കരണ ശാല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കിയതാണെങ്കിലും ഒപ്പം 50 വർഷത്തോളമായി പാലക്കാട് നഗരസഭയിൽ കെട്ടിക്കിടക്കുകയായിരുന്ന മാലിന്യം അത് ബയോ മൈനിങ് വഴി മാറ്റുന്ന നടപടികളാണെങ്കിലും ഒപ്പം പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചതിന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോലും 1ാം സ്ഥാനം കരസ്ഥമാക്കി അവാർഡ് വാങ്ങുന്ന തരത്തിലായിരുന്നു പാലക്കാട് നഗരസഭയിൽ BJPയുടെ കഴിഞ്ഞ 5 വർഷ കാലയളവിലെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ആ BJP നടത്തിയ വികസന പദ്ധതികൾ അത് എല്ലായിടത്തും കാണാനായിട്ടുണ്ട്. റോഡുകളുടെയൊക്കെ BMBC നിലവാരത്തിലുള്ള റോഡുകളാണ് കൽപ്പാത്തി അഗ്രഹാര വീതികളിൽ ഉൾപ്പെടെ നഗരസഭ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടത്തിയ വികസന പദ്ധതികളിൽ അതെല്ലാം വോട്ടായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമായിട്ടും ഈ വികസനം പറഞ്ഞു തന്നെയാണ് വോട്ടർമാരെ നേരിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഭാഗത്ത് UDFൻ്റെ ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA
കഴിഞ്ഞ 13 ദിവസമായി ഒളിവിലായിരുന്നു. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂലം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാലക്കാട് നഗരസഭയിൽ ഒരു താരപ്രചാരകനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ ആദ്യഘട്ടത്തിൽ നേരിടാൻ ഒരുങ്ങിയത്. ആ സമയത്താണ് നിരവധി യുവതികളുടെ ബലാത്സംഗ പരാതികളും മറ്റും വന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതോടുകൂടെ തന്നെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത്. മറുവശത്താണെങ്കിൽ സ്വർണ്ണക്കൊള്ള പോലെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലുള്ള വിവാദങ്ങളിൽപ്പെട്ട് CPM-ഉം വലിയ പ്രയാസം നേരിടുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് വലിയ ദൗർബല്യങ്ങളാണ് ഒരു മറുവശത്ത് എങ്കിൽ മറ്റൊരു വശത്ത് BJP പ്രധാനമായിട്ടും തങ്ങൾ നടത്തിയ വികസന പദ്ധതികളും മറ്റും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വികസനം വരണമെങ്കിൽ, നാടിൻ്റെ പുരോഗതി ഉണ്ടാവണമെങ്കിൽ അതിന് തങ്ങളെ തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മൂന്നാമതും ഹാട്രിക് വിജയം സ്വന്തമാക്കുക ലക്ഷ്യമിട്ട് മത്സര രംഗത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമായി വരും, എത്രത്തോളം പോളിംഗ് ശതമാനം ഉയരും എന്നുള്ളതൊക്കെ നമുക്കിനി അറിയേണ്ടതായിട്ട് ഉണ്ട്. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ പോളിംഗ് ശതമാനം എന്നുള്ളത് 78.14 ആയിരുന്നു. അന്ന് ആകെ 23,37,412 വോട്ടർമാരിൽ 18,26,829 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പോളിംഗ് ശതമാനം 78.8 ആയിരുന്നു. നഗരസഭകളിലെ പോളിംഗ് ശതമാനമാണെങ്കിൽ 73.5 ആയിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2020 പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതായത് 67.2% പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 2020 പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തവണ എത്രത്തോളം പോളിംഗ് ശതമാനം ഉയരും, ആ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ അത് ആർക്ക് ഗുണമായി വരും, ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണുള്ളത്. ഏതായാലും മോക്ക് പോളിംഗ് നടപടികൾ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം പാലക്കാട് നഗരസഭയുടെ കാര്യങ്ങൾക്കൊപ്പം പാലക്കാട് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് ഇത്തവണ അനവധി പഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ ഭരണത്തിലെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രധാനമായിട്ടും അകത്തേത്തറ, മലമ്പുഴ, പറളി, അതുപോലെ തന്നെ ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകൾ, വാണിയംകുളം പഞ്ചായത്ത്, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത്, അമ്പലപ്പാറ പഞ്ചായത്ത്, അട്ടപ്പാടിയിലെ പുതൂർ, അഗളി തുടങ്ങിയ പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ അധികാരത്തിലെത്താവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJP പറയുന്നത്. മാത്രമല്ല നിരവധി ഇടങ്ങളിൽ വലിയ ഒറ്റക്കക്ഷിയാവുകയോ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് എത്തുകയോ ഒക്കെ ചെയ്യും. 2020 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം ഇത്തവണ തങ്ങൾക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷ NDA ക്യാമ്പുകളിൽ ഒരു വശത്തുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പല വാർഡുകളും പല തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷയായിട്ട് ഉള്ളത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള മേൽക്കൈ അത് നിലനിർത്താനാവുക തന്നെ ചെയ്യും. അവരുടെ കോട്ടയിൽ യാതൊരു തരത്തിലുള്ള വിള്ളലും ഉണ്ടാക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും കഴിയില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായാലും മോക്ക് പോളിംഗ് നടപടികൾ പുരോഗമിക്കുന്നു. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. ശരി, അരുണൻ തുടരുക. നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് സാനു K സജീവ് കൂടി ചേരുന്നുണ്ട്. സാനു, തൃശ്ശൂരിലും മോക്ക് പോളിംഗ് നടപടികൾ പുരോഗമിക്കുകയാണല്ലേ? നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ജില്ലയിലെ എല്ലാ ഭാഗത്തും സമാന നിലയിൽ കാര്യങ്ങളൊക്കെ പുരോഗമിച്ച് വരികയാണ്. ഇതിപ്പം നമ്മൾ കേരളവർമ്മയിലാണുള്ളത്. അത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ബൂത്താണ്. ഇവിടെ എല്ലാ നടപടികളും പുരോഗമിച്ച് വരികയാണ്. ഈ കോളേജിൽ 3 ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത്. കാനാട്ടുകരയുടെ ഭാഗമായിട്ടുള്ള 3 ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ഈ പോളിംഗ് നടപടികൾ ആരംഭിക്കുമെന്ന് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പുരോഗമിച്ച് വരികയാണ്. 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് 2204 വാർഡുകളിൽ 7200 ഇക്കുറി ജനവിധി തേടുന്നത്. അതിൽ 3395 പുരുഷന്മാരും 3813 വനിതാ സ്ഥാനാർത്ഥികളും. ഒപ്പം തന്നെ
7,36,817 വോട്ടർമാരാണ് ഈ ജനവിധി അല്ലാതെ അവരുടെ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നത്. എന്തായാലും അതിനുള്ള നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയിട്ടുള്ള NDAയുടെ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വാശിയും വീറും വാശിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും, അതായത് 7 നഗരസഭകളാണുള്ളത്, അതേപോലെ തന്നെ 86 പഞ്ചായത്തുകളാണുള്ളത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം സമാന നിലയിലുള്ള വാശിയെ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാവിലെ തന്നെ 6 മണി മുതൽ തന്നെ ഈ മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ വോട്ട് ചെയ്യാൻ തന്നെ ആളുകൾ ഈ ബൂത്തുകൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ 7 മണിക്ക് ശേഷമാണ്, 7 മണിയോട് കൂടിയാണ് വോട്ടിംഗ് നടപടികൾ ആരംഭിക്കുക. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ വോട്ടർമാരൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ, അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാലേക്കൂട്ടി തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഗരസഭ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണ് നഗരസഭ ഭരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി UDFും, ഒപ്പം തന്നെ വലിയ ശക്തിയാവാൻ വേണ്ടി, വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ വേണ്ടി NDAയും കോൺഗ്രസും അടക്കം ഈ മത്സര രംഗത്തുണ്ട്. അതേപോലെ തന്നെ നഗരസഭകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വലിയ വീറും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. കൊടുങ്ങല്ലൂർ അടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സീറ്റിൻ്റെ അകലത്തിൽ മാത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമയത്ത് BJPയുടെ കയ്യിൽ നിന്ന് ഭരണം കൈമാറിപ്പോയത്. അത് ആ നഗരസഭ തിരിച്ചു പിടിക്കാനും, ഒപ്പം തന്നെ ചാവക്കാടും ഗുരുവായൂരും ചാലക്കുടിയും അടക്കം ഇരിങ്ങാലക്കുടയിലടക്കം വലിയൊരു ശക്തിയായി മാറാനും, ഒപ്പം തന്നെ 86 പഞ്ചായത്തുകളിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് NDA കളത്തിലിറങ്ങിയിട്ടുള്ളത്. അതിന് സമാനമായിട്ടുള്ളൊരു ജനവിധി ഉണ്ടാകുമെന്നാണ് അവർ നൽകുന്ന കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. എന്തായാലും 7 മണിയോടുകൂടി വോട്ടിംഗ് നടപടികൾ ആരംഭിക്കും. നിലവിൽ മോക്ക് പോളിംഗ് നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. നിഖിൽ. ശരി സാനു, തുടരുക. നമ്മൾ പാലക്കാടേക്ക് ഒന്നുകൂടി പോകുന്നു. അരുൺ ആലത്തൂർ തുടരുന്നുണ്ട്. അരുൺ, പാലക്കാട് ജില്ലയിൽ ഇന്ന് രാവിലെ വോട്ട് ചെയ്യുന്ന രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തുന്ന പ്രമുഖർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് അറിഞ്ഞാൽ നന്ന്. നിഖിൽ, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന കൽപ്പാത്തി അയ്യപുരം GLP സ്കൂൾ, ആ സ്കൂളിൽ 7 മണിയോടുകൂടെ തന്നെ C കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തും. അരുൺ തുടരുക. എന്തായാലും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ട പോളിംഗ് ഇന്ന് 7 ജില്ലകളിലായി നടക്കും. 604 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് നടപടികൾ പുരോഗമിക്കും. ഇപ്പോൾ നിലവിൽ വിവിധ സ്ഥലങ്ങളിലായി മോക്ക് പോളിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിയോടുകൂടി ആരംഭിച്ച മോക്ക് പോളിംഗ് നടപടികൾ അത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ജില്ലകളിലൊക്കെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരുൺ, അവിടെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന പ്രമുഖർ ആരൊക്കെയാണ്? നിഖിൽ, പാലക്കാട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന GLPS കൽപ്പാത്തി അയ്യപുരത്തുള്ള സ്കൂൾ, ആ സ്കൂളിൽ കൃത്യം രാവിലെ 7 മണിയോടുകൂടെ തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തും. അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറാണ് ഈ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി. അവരും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അവരെ കാണാൻ സാധിക്കും. ഒപ്പം 9 മണിയോടുകൂടെ തന്നെ പ്രശാന്ത് ശിവൻ, BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ, അദ്ദേഹം മൂത്താന്തറ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഒപ്പം മന്ത്രി MP രാജേഷ് കൈലിയാട് KVUP സ്കൂളിൽ 10:30 തന്നെ വോട്ട് രേഖപ്പെടുത്തും. ഷാഫി പറമ്പിൽ MP IMA ഹാളിൽ രാവിലെ തന്നെ എത്തുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. മന്ത്രി K കൃഷ്ണൻകുട്ടി വണ്ടിത്താവളത്തെ KK രേഖപ്പെടുത്തും. അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ ഷൊർണൂർ ഗവൺമെന്റ് സ്കൂളിൽ രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തും. മുൻ മന്ത്രിയുടെയായ ഇടതുപക്ഷ നേതാവായ AK ബാലൻ പറക്കുന്നം സ്കൂളിൽ 10 മണിയോടുകൂടെയാണ് വോട്ട് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഒറ്റപ്പാലത്ത് ഉണ്ണി മുകുന്ദൻ വോട്ട് രേഖപ്പെടുത്തും എന്ന് ലഭിക്കുന്നുണ്ട്. അതേസമയം സമയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സുൽത്താൻ ബേക്കർ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന് വേണ്ടിയുള്ള സാധ്യതയുമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 13 ദിവസങ്ങളായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷേ ഇന്നലെ കോടതി മുൻകൂർ ജാമ്യം 2ാമത്തെ കേസിൽ അനുവദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബലാത്സംഗ കേസിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് 15-ാം തീയതി വരെ നടത്തരുത് എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലും വോട്ട് രേഖപ്പെടുത്താൻ എത്താനുള്ള സാധ്യത ഉണ്ട്. അതേസമയം രാഹുൽ എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്
വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയും ധാരാളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയ മാറ്റമുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സ്കൂൾ വിളയൂർ നല്ല മാടൻ എന്ന സ്കൂളിലാണ് രാവിലെ 7:30 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുമെന്നുള്ള നിശ്ചയിക്കുന്നത്. ഇത്രയുമാണ് പാലക്കാട് ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നത്. ശരി അരുൺ, തുടരുക. വീണ്ടും നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ സാനു തുടരുന്നുണ്ട്. സാനു, തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖരാരൊക്കെയാണ് രാവിലെ വോട്ട് രേഖപ്പെടുത്തുന്നത്? അതേപോലെ കുമാർ മുത്തിച്ചൂർ LP സ്കൂളിലെ രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തും. മന്ത്രി കെ രാധാകൃഷ്ണൻ, അതേപോലെ തന്നെ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് രാവിലെ 8:30 ലൂർദ് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മറ്റ് പ്രമുഖരുടെ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ പിന്നാലെ അറിയിക്കും. സമയവും അതിന്റെ ക്രമങ്ങളും പിന്നാലെ അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ നമ്മളിപ്പോൾ കേരളവർമ്മ കോളേജിലാണുള്ളത്. ഇവിടെ മോക്ക് പോളിംഗ് നടപടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കാനാട്ടുകരയുടെ ഭാഗമായിട്ടുള്ള ബൂത്തിലാണ്. ഇവിടെ കേരളവർമ്മ കോളേജിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവിധ, അതായത് പോളിംഗിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 7 മണിക്ക് തന്നെ ഇവിടെ പോളിംഗ് ആരംഭിക്കും. അതുപോലെ തന്നെ ഈ മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ആളുകളുടെ ഒരു ക്യൂവും നമുക്ക് ഇതിനു മുന്നിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്.